നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ആരോഗ്യമന്ത്രി കെ മുരളീധരൻ്റെ പേഴ്സണൽ സ്റ്റാഫ് അംഗങ്ങൾക്കിടയിൽ കടുത്ത അഭിപ്രായ വ്യത്യാസമെന്ന് സൂചന. പേഴ്സണൽ സ്റ്റാഫ് അംഗങ്ങളിൽ 2 പേർ രാജിവെച്ചതോടുകൂടിയാണ് ഇപ്പോൾ അങ്ങനെയൊരു അഭിപ്രായ വ്യത്യാസം മറനീക്കി പുറത്തു വന്നിരിക്കുന്നത്. കെ മുരളീധരൻ്റെ ഓഫീസിലെ പേഴ്സണൽ സ്റ്റാഫ് അംഗങ്ങളായ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി ശ്രീലാൽ, അസിസ്റ്റന്റ് പ്രൈവറ്റ് സെക്രട്ടറി ഗോവിന്ദരാജ് എന്നിവരാണ് രാജിവെച്ചത്. 2 ആഴ്ചത്തെ ഇടവേളകളിലാണ് ഈ 2 പേഴ്സണൽ സ്റ്റാഫ് അംഗങ്ങളും രാജിവെച്ചത് എന്നതാണ് ശ്രദ്ധേയം. വ്യക്തിപരമായ കാരണങ്ങളാണ് രാജി എന്നാണ് രാജിക്കത്തിൽ സൂചിപ്പിച്ചിരിക്കുന്നത്. പക്ഷേ കെ മുരളീധരൻ്റെ ടീമിൽ ചില മുറുമുറുപ്പുണ്ട് എന്ന് വ്യക്തമാക്കുന്നതാണ് ഈ രാജി. പേഴ്സണൽ സ്റ്റാഫ് അംഗങ്ങൾ തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസം രൂക്ഷമായതോടുകൂടിയാണ് 2 പേരോട് പുറത്തു പോകാൻ കെ മുരളീധരൻ ആവശ്യപ്പെട്ടതെന്നും സൂചനയുണ്ട്. ഇതിൽ ശ്രീലാല് ദീർഘകാലം കെ മുരളീധരൻ്റെ ജീവനക്കാരനായിരുന്ന വ്യക്തിയാണ്. അദ്ദേഹം MLA ആയിരുന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ MLAയുടെ PA ആയിരുന്നു ശ്രീലാൽ. അങ്ങനെയുള്ള ദീർഘകാലമായി അടുപ്പമുള്ള ഒരു വ്യക്തിയെയാണ് പേഴ്സണൽ സ്റ്റാഫ് ടീമിൽ നിന്നും കെ മുരളീധരൻ പുറത്താക്കിയിരിക്കുന്നത്. അതായത് 2 പേർ രാജിവെച്ചു എന്ന് പറയുമ്പോഴും അഭിപ്രായ വ്യത്യാസം കാരണം അവിടെ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവുകയും 2 പേരോടും മാറി നിൽക്കാൻ ആവശ്യപ്പെട്ടു എന്നും സൂചനയുണ്ട്. എന്തായാലും പേഴ്സണൽ സ്റ്റാഫ് അംഗങ്ങൾക്കിടയിലുണ്ടായ അഭിപ്രായ വ്യത്യാസം കെ മുരളീധരൻ കൈകാര്യം ചെയ്യുന്ന വകുപ്പുകളെ ബാധിച്ചിട്ടുണ്ട് എന്ന് പ്രതിപക്ഷം നേരത്തെ തന്നെ ആരോപിച്ചിരുന്നതാണ്. അതായത് ആരോഗ്യം, ദേവസ്വം വകുപ്പുകളുടെ ചുമതലയുള്ള മന്ത്രിയാണ് കെ മുരളീധരൻ. UDF മന്ത്രിമാരിൽ ഭൂരിഭാഗവും ഇതുവരെയും പേഴ്സണൽ സ്റ്റാഫ് അംഗങ്ങളുടെ നിയമനം പൂർത്തിയാക്കിയിട്ടില്ല. 10 വർഷമായി അധികാരത്തിന് പുറത്തു നിന്ന പാർട്ടിയാണ് കോൺഗ്രസ്. മാത്രമല്ല UDFിലെ ഘടകകക്ഷികളും. അതുകൊണ്ട് തന്നെ 10 വർഷത്തിന് ശേഷം വീണ്ടും അധികാരത്തിലെത്തുമ്പോൾ പേഴ്സണൽ സ്റ്റാഫ് അംഗങ്ങളായി നിയമിക്കാൻ യോഗ്യതയുള്ളവരെ കണ്ടുകിട്ടാൻ പ്രയാസമാണ് എന്നാണ് മന്ത്രിമാർ പറഞ്ഞിരുന്നത്. അങ്ങനെ പല ഇടങ്ങളിലും അന്വേഷിച്ച ശേഷം യോഗ്യരായിട്ടുള്ളവരെ കണ്ടെത്തി അവർക്ക് പാർട്ടിയോടുള്ള കൂറ് ഇതടക്കമുള്ള കാര്യങ്ങൾ പരിശോധിച്ച ശേഷമാണ് ഇത്തരത്തിൽ പേഴ്സണൽ സ്റ്റാഫ് അംഗങ്ങളെ നിയമിക്കുന്നത്. പാർട്ടിയുടെ ശുപാർശ പ്രകാരമാണ് ഈ പേഴ്സണൽ സ്റ്റാഫ് അംഗങ്ങളുടെ നിയമനം നടക്കുന്നത്. അങ്ങനെ നടക്കുന്ന നിയമനങ്ങളാണ് ഇതുവരെയും പൂർത്തിയാകാതിരിക്കുന്നത്. ഇതിൽ കെ മുരളീധരൻ പേഴ്സണൽ സ്റ്റാഫ് അംഗങ്ങളുടെ നിയമനം ആദ്യം പൂർത്തീകരിച്ച മന്ത്രിയാണ്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ പേഴ്സണൽ സ്റ്റാഫ് അംഗങ്ങളെ ഒരുക്കി ആരോഗ്യവകുപ്പായാലും ദേവസ്വം വകുപ്പായാലും വളരെ വേഗം മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു മന്ത്രിയായിരുന്നു കെ മുരളീധരൻ. ആരോഗ്യവകുപ്പിൽ നിർണായകമായ പല തീരുമാനങ്ങളും കെ മുരളീധരൻ മന്ത്രിയായതിനു ശേഷം ഉണ്ടായി. ആരോഗ്യവകുപ്പ് പകർച്ചവ്യാധികളെ നേരിടുന്നതിൽ പൂർണ്ണ പരാജയമെന്ന് പ്രതിപക്ഷം വിമർശിക്കുമ്പോഴും അതിനെ കൃത്യമായി പ്രതിരോധിക്കാൻ കെ മുരളീധരനായി. നിപ്പ വ്യാപനം കേരളത്തിൽ നേരത്തെയൊക്കെ നടന്നതുപോലെ ഉണ്ടായില്ല. ഒരു വ്യക്തിക്ക് പോസിറ്റീവായി എന്ന് മാത്രമല്ലാതെ മറ്റാരിലേക്കും നിപ്പ പകർന്നില്ല. പകർച്ചപ്പനിയും അതുപോലെ തന്നെ മറ്റ് അസുഖങ്ങളുമെല്ലാം ഈ മഴക്കാലത്ത്, ഈ മൺസൂൺ കാലത്ത് കേരളത്തിൽ പതിവുള്ളതാണ്. ധാരാളം പേർക്ക് പകർച്ചപ്പനി വന്നു എങ്കിൽ പോലും ഇത് കാരണമുള്ള മറ്റ് സങ്കീർണതകളിലേക്ക് കേരളം പോയില്ല എന്നുള്ളത് ശ്രദ്ധേയമാണ്. മെഡിക്കൽ കോളേജുകളുടെ വരവോടുകൂടി കേരളത്തിലെ ഈ മെഡിക്കൽ കോളേജിൽ കിടക്കകളുടെ എണ്ണം ഇല്ലാത്ത ഒരവസ്ഥ പരിഹരിക്കപ്പെടുമെന്നതടക്കമുള്ള ഉപാധികൾ അല്ലെങ്കിൽ അതിൻ്റെ പരിഹാര മാർഗങ്ങൾ നിർദ്ദേശിച്ച് മുന്നോട്ട് പോവുകയാണ്. ഇതിനിടയിൽ ശബരിമല തീർത്ഥാടന കാലത്ത് ഈ ഡോക്ടർമാരെയും പാരാമെഡിക്കൽ സ്റ്റാഫിനെയും അനുവദിക്കാൻ ബുദ്ധിമുട്ടുണ്ട് എന്ന് സർക്കാരിനോട് ആലോചിക്കാതെ കത്തെഴുതിയ ആരോഗ്യവകുപ്പ് സെക്രട്ടറിയെ നേരത്തെ പുറത്താക്കിയിരുന്നു. അതിനെതിരെ അവർ ട്രൈബ്യൂണലിൽ കേസ് കൊടുക്കുകയും പിന്നീട് ഹൈക്കോടതി ട്രൈബ്യൂണലിൻ്റെ വിധി തള്ളുകയും ഒക്കെ ഉണ്ടായി. എന്തായാലും ആ കേസിൽ കൃത്യമായി സർക്കാരിൻ്റെ ഭാഗത്ത് തന്നെയാണ് അന്തിമ വിജയമുണ്ടായത്. ഇങ്ങനെ സർക്കാരിനോട് സഹകരിക്കാത്ത പലരുടെയും കസേര മാറ്റിയിരുത്തേണ്ടി വരുമെന്നും എല്ലാവരും പരമാവധി സർക്കാരിൻ്റെ ഉദ്ദേശ ലക്ഷ്യങ്ങളോട് സഹകരിക്കണമെന്നും ഒക്കെ നേരത്തെ മന്ത്രി കെ മുരളീധരൻ പറഞ്ഞിരുന്നതാണ്. ഈ സമയത്താണ് മന്ത്രിയുടെ പേഴ്സണൽ സ്റ്റാഫിൽ തന്നെ ഇങ്ങനെയുള്ള ചില അഭിപ്രായ വ്യത്യാസങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടായിരിക്കുന്നത്. കോൺഗ്രസ് മന്ത്രിമാരുടെ പേഴ്സണൽ സ്റ്റാഫ് അംഗങ്ങളുടെ നിയമനം നേരത്തെയും വിവാദമായിട്ടുണ്ട്. പാർട്ടിയുമായി ബന്ധമില്ലാത്ത പലരെയും പേഴ്സണൽ സ്റ്റാഫ് അംഗങ്ങളായി നിയമിക്കുന്നു എന്ന പരാതി ഉയർന്നു. മാത്രമല്ല കഴിഞ്ഞ LDF ഭരണകാലത്ത് മന്ത്രിമന്ദിരങ്ങളിൽ ഉണ്ടായിരുന്ന ആളുകൾ UDF മന്ത്രിമാരുടെ പേഴ്സണൽ സ്റ്റാഫിലും കടന്നു കയറിയിട്ടുണ്ട് എന്ന ആരോപണവും ഉണ്ടായിരുന്നു. എന്നാൽ ഈ ആരോപണങ്ങളൊന്നുമില്ലാതെ അതിവേഗം പേഴ്സണൽ സ്റ്റാഫ് അംഗങ്ങളുടെ നിയമനം പൂർത്തിയാക്കിയ ഒരു മന്ത്രിയാണ് കെ മുരളീധരൻ. നേരത്തെ മന്ത്രിസഭാ രൂപീകരണ സമയത്ത് ആരോഗ്യവകുപ്പും ദേവസ്വം വകുപ്പും തനിക്ക് വേണമെന്ന് കെ മുരളീധരൻ ആവശ്യപ്പെട്ടിരുന്നതായി സൂചനയുണ്ട്.
ഇതിൽ ചില മാറ്റങ്ങൾ ഉണ്ടായി എന്ന വാർത്ത വന്നതും കെ മുരളീധരൻ അതൃപ്തി പ്രകടിപ്പിച്ചു എന്ന വാർത്ത വന്നതുമൊക്കെ ശ്രദ്ധേയമാണ്. എന്തായാലും ഏറ്റവും ഒടുവിൽ ആരോഗ്യവകുപ്പ് മന്ത്രിസ്ഥാനവും അതോടൊപ്പം തന്നെ ദേവസ്വം വകുപ്പിൻ്റെ ചുമതലയുമെല്ലാം UDF സർക്കാർ കെ മുരളീധരന് തന്നെ നൽകി. ആരോഗ്യവകുപ്പ് ചടുലമായ തീരുമാനങ്ങളെടുത്ത് മുന്നോട്ട് പോവുകയായിരുന്നു. പക്ഷെ അപ്പോഴും ദേവസ്വം വകുപ്പ് ചില വേഗത കുറവ് അനുഭവപ്പെട്ടു. ശബരിമല സ്വർണ്ണക്കൊള്ള കേസുമായി ബന്ധപ്പെട്ടാണ് ദേവസ്വം വകുപ്പിനെതിരെ ചില ആരോപണങ്ങൾ ഉയർന്നത്. അതായത് ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ സ്വർണം കട്ടവൻ ആരപ്പ എന്നൊക്കെ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് പാടി നടന്നെങ്കിലും അധികാരം കിട്ടിയതിന് ശേഷം ഈ കേസിൽ ഇടപെടാൻ സർക്കാർ മടിക്കുകയാണ് എന്നൊരു ആരോപണമാണ് ഉയർന്നത്. അത് BJP അംഗങ്ങൾ നിയമസഭയിൽ ഉന്നയിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ ഈ വകുപ്പിലടക്കമുള്ള കാര്യങ്ങൾ കൃത്യമായി വശദീകരിച്ചാണ് കെ മുരളീധരൻ മുന്നോട്ട് പോയിരുന്നത്. ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിലാണ് ഇപ്പോൾ സ്വർണ്ണക്കൊള്ള കേസിൽ അന്വേഷണം നടക്കുന്നത്. അതുകൊണ്ട് തന്നെ സർക്കാരിന് ഇപ്പോൾ ഇടപെടാൻ പരിമിതികളുണ്ട്. കുറ്റപത്രം സമർപ്പിക്കുന്ന വേളയിൽ സർക്കാരിന് ഈ കേസിൽ കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കും. കേസ് അന്വേഷണം കൃത്യമായി തന്നെയാണോ മുന്നോട്ട് പോകുന്നത് എന്ന് വിലയിരുത്തിയതിന് ശേഷം അന്വേഷണം തൃപ്തികരമല്ലെങ്കിൽ വീണ്ടും പുതിയൊരു അന്വേഷണം പ്രഖ്യാപിക്കും എന്നൊക്കെയാണ് അന്ന് കെ മുരളീധരൻ പറഞ്ഞത്. എന്തായാലും ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ കുറ്റപത്രം സമർപ്പിക്കാൻ പോലീസ് വേഗത്തിൽ തയ്യാറെടുക്കുന്നു എന്നാണ് സൂചന. ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് ആരോപണ വിധേയരായ പലരെയും ദേവസ്വം ബോർഡ് അതിൻ്റെ നിർണായകമായ ഇടങ്ങളിൽ നിയമിച്ചു എന്ന ആരോപണം ഉയർന്നിരുന്നു. ഈ ആരോപണം ഉയർന്നതോടുകൂടി മന്ത്രി ഇടപെട്ട് ദേവസ്വം ബോർഡിനോട് ഇത്തരം നിയമനങ്ങൾ നടത്തരുത് എന്ന് പറഞ്ഞിരുന്നു. ഇത് സർക്കാരിൻ്റെ ആഗ്രഹത്തിന് വിരുദ്ധമായി ഇത്തരം നിയമനങ്ങൾ നടത്തിയാൽ തീർച്ചയായും ഈ ദേവസ്വം ബോർഡ് സ്വർണ്ണക്കള്ളക്കാർക്കൊപ്പമാണ് എന്ന് വിലയിരുത്തേണ്ടി വരും എന്നും കെ മുരളീധരൻ പറഞ്ഞിരുന്നു. ഇങ്ങനെ ആരോഗ്യവകുപ്പിനെയും അതുപോലെ തന്നെ ദേവസ്വം വകുപ്പിനെയും നന്നാക്കിയെടുക്കാൻ വലിയ പരിശ്രമം നടത്തുന്ന ഒരു മന്ത്രിയാണ് കെ മുരളീധരൻ എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. നേരത്തെ 5 വർഷം ഇവിടെ വീണമീട്ടിയിരുന്നതിൻ്റെ പരിണിത ഫലമാണ് ആരോഗ്യവകുപ്പ് കുത്തഴിഞ്ഞു കിടക്കുന്നതെന്ന് നേരത്തെ തന്നെ നിയമസഭയിൽ കെ മുരളീധരൻ പറഞ്ഞിരുന്നു. കഴിഞ്ഞ 5 വർഷം പിണറായി വിജയൻ സർക്കാരിനെ ഏറ്റവും അധികം പഴി കേൾപ്പിച്ച വകുപ്പ് കൂടിയാണ് ആരോഗ്യവകുപ്പ്. ആരോഗ്യവകുപ്പിൽ നിയമനങ്ങൾ വിവാദമായതും അതുപോലെ തന്നെ രോഗികൾക്ക് ആവശ്യമായ മരുന്നും മറ്റ് ശസ്ത്രക്രിയാ ഉപകരണങ്ങളും ആവശ്യത്തിന് സ്റ്റോക്കില്ല എന്ന് ഡോക്ടർമാർ തന്നെ വിളിച്ചു പറഞ്ഞതും ആരോഗ്യവകുപ്പിലെ കെട്ടിടങ്ങൾ നിലംപതിച്ച് രോഗികൾ മരിക്കാനിടയായ സംഭവം, പകർച്ചവ്യാധികളുടെ വ്യാപനം, ചികിത്സാ പിഴവുകൾ, ഇതെല്ലാം തന്നെ വലിയ രീതിയിൽ കഴിഞ്ഞ 5 വർഷവും കേരളത്തിൽ ചർച്ചയായി. എന്നാൽ അത്തരം കുറവുകൾ പരിഹരിച്ചുകൊണ്ട് ഇത്തരം ചികിത്സാ പിഴവുകൾക്കൊക്കെ ഇരയായവർക്ക് സാന്ത്വനമേകിക്കൊണ്ടൊക്കെയാണ് ആരോഗ്യവകുപ്പ് ഈ UDF സർക്കാരിൻ്റെ കാലത്ത് മുന്നോട്ട് പോകുന്നത്. ഈ സാഹചര്യത്തിലാണ് ആരോഗ്യവകുപ്പിൻ്റെ പേഴ്സണൽ സ്റ്റാഫ് അംഗങ്ങൾക്കിടയിൽ തന്നെ ഉണ്ടായ പ്രശ്നം ആ വകുപ്പിൻ്റെ പ്രതിച്ഛായയെ ബാധിക്കുന്നത്. എന്തായാലും 2 പേഴ്സണൽ സ്റ്റാഫ് അംഗങ്ങൾ രാജിവെച്ചിരിക്കുന്നു. കൂടുതൽ പേർ രാജിവെക്കുമോ എന്നറിയില്ല. എന്തായാലും 2 സ്റ്റാഫ് അംഗങ്ങൾക്ക് പകരം ആളുകളെ അടക്കം നിയമിച്ചുകൊണ്ട് അതിവേഗതയിൽ തന്നെ കെ മുരളീധരൻ മുന്നോട്ട് പോവുകയാണ്.